തിരുവനന്തപുരം നഗരസഭയ്ക്കെതിരെ ശുചീകരണ തൊഴിലാളികൾ നടത്തുന്ന സമരം 45 ദിവസങ്ങൾ പിന്നിടുകയാണ്. ഇടത് ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമരാനുകൂലികൾ മേയർ ആര്യ രാജേന്ദ്രനെതിരെ ഉന്നയിക്കുന്നത് രൂക്ഷ വിമർശനമാണ്. കോർപ്പറേഷൻ അനുമതി നൽകുന്ന ഏജൻസിക്കാണ് നിലവിൽ ശുചീകരണ തൊഴിലാളികൾ ജൈവമാലിന്യങ്ങൾ കൈമാറുന്നത്. എന്നാൽ കോർപ്പറേഷൻ ഇടപെട്ട് മാലിന്യങ്ങൾ ശേഖരിക്കുന്നത് തടയുകയാണെന്നും ജോലി ചെയ്യാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ശുചീകരണ തൊഴിലാളികൾ സമരം ചെയ്യുന്നത്. കോർപ്പറേഷന്റെ ശുചീകരണ തൊഴിലാളി സേനകളായി അംഗീകരിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് കുറച്ചധികം ശുചീകരണ തൊഴിലാളികളായിട്ടുള്ള ആളുകൾ ഇവിടെ സമരം ചെയ്യുന്നത്. മന്ത്രി വി ശിവൻകുട്ടി ഇടപെട്ടുകൊണ്ട് മേയറെ വിളിച്ചു വരുത്തി ഈ പ്രശ്നത്തിൽ ഒരു പരിഹാരമൊക്കെ കണ്ടു. ഇവരെ ശുചീകരണ സേനയായിട്ട് അംഗീകരിക്കാമെന്ന് ഉറപ്പുവരെ നൽകിയതാണ്. അത് മാധ്യമങ്ങൾക്ക് പ്രതികരണമായി നൽകിയതാണ്. പക്ഷേ ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഇതിലൊരു തീരുമാനം ഉണ്ടാക്കാൻ മേയർ അല്ലെങ്കിൽ ഇതിലൊരു തീരുമാനം ഉണ്ടാക്കാനുള്ളൊരു നടപടിയിലേക്ക് മേയർ കടക്കുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 40 ദിവസമായിട്ട് ഇടത് യൂണിയന്റെ ഭാഗമായിട്ടുള്ള ഇവർ ഇവിടെ നിരന്തരം പല രീതിയിലുള്ള സമരം ചെയ്തിട്ടും മേയർ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യുന്നില്ല. അപ്പോൾ അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. കൊറോണ കാലത്ത് പോലും ഞങ്ങൾ പുറന്നോട്ട് മാറി നിൽക്കാതെ മുൻപന്തിയിൽ നിന്നുകൊണ്ട് ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാരാരും തന്നെ രംഗത്തില്ലാതെ ഞങ്ങൾ ഇത് വേസ്റ്റ് എടുക്കാണ്ട് ഈ ഫുഡ് വേസ്റ്റ് എടുക്കാൻ ഞങ്ങൾ റോഡിൽ കയറുമ്പോൾ കുറേ പട്ടികളും കുറേ പോലീസുകാരും മാത്രം ആ കാലങ്ങളിലുണ്ടായിരുന്നുള്ളൂ. അന്നൊക്കെ ഇത്രയും പ്രായം ചെന്ന ഞാൻ ആ വേസ്റ്റ് നീക്കം ചെയ്ത് മാന്യം നീക്കം ചെയ്ത് നഗരത്തിന് നല്ല ക്ലീനാക്കി കൊടുക്കുകയും ചെയ്ത് ഗൗരീശ പട്ടം മാറ്റിച്ചോണ്ട് ഞങ്ങളെ വിയർപ്പിൻ്റെ വിലയാണ് ഈ ഗൗരീശ പട്ടം മാറ്റി തലയിൽ ഒപ്പി വെച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെല്ലാം CPM-ന്റെ പ്രവർത്തകരാണ്, പാർട്ടി മെമ്പർമാരാണ്, പാർട്ടി കുടുംബമാണ്. 120ഓളം പാർട്ടി കുടുംബങ്ങളാണ് ഉള്ളത്. 320 തൊഴിലാളികളുണ്ട്. ഇവിടെ മേയർ മാത്രമല്ല, DR അനിലും അതുപോലെ ഒരു ചെയർമാനുണ്ട്, ക്ലൈനസ് റസ്വാരി എന്ന് പറഞ്ഞൊരു ചെയർമാനുണ്ട്. ഇവർ ഈ 3 പേരും ചേർന്നാണ്. അതുപോലെ തന്നെ ഗായത്രി ബാബു എന്ന് പറഞ്ഞ ചെയർപേഴ്സൺ, ഈ 4 പേരും ചേർന്നാണ് നഗരസഭ കുളം തോണ്ടിയത്. മേയറിന് നമ്മളെക്കുറിച്ച് ഒന്നും അറിയണ്ടെന്നാണ് മേയർ പറയുന്നത്. അവരെന്താണ് ഉദ്ദേശിക്കുന്ന കാര്യം ഞങ്ങൾക്കറിയില്ല. ഇത്രവരും പറഞ്ഞിട്ട് അവർ കേൾക്കാതെ ഞങ്ങളിങ്ങനെ ചുമ്മാ ദ്രോഹിച്ചു. നമ്മളിന്ന് 40 ദിവസമായി സമരത്തിന് ഇരുന്നിട്ട്. ഇനി ഞങ്ങളുടെ മക്കളുടെ ജീവിതവും ഞങ്ങളുടെ ഭാവിയൊക്കെ എങ്ങനെയാണ് നോക്കുന്നത്? അവരെയൊക്കെ നമുക്ക് ജീവിക്കണ്ടേ? ഞങ്ങൾ ഇപ്പോൾ 1 മാസം കഴിഞ്ഞ് ഞങ്ങളിവിടെ വന്നിട്ട് തന്നെ ഇപ്പം ഞങ്ങളായിട്ട് ഞങ്ങളിവിടെ വന്ന ഒരു പട്ടിക്ക് ഒരു തുല്യമായിട്ടാണ് അവർ ഞങ്ങളെ കാണുന്നത്. ഞങ്ങൾ രാവിലെ നല്ല മഴയും നല്ല വെയിലും നല്ല ഞങ്ങളിവിടെ വരുന്നിരിക്കുകയാണ്. ാണ് ഞാൻ ഈ വരുമാനം കൊണ്ടാണ് എൻ്റെ മോനെ പഠിപ്പിക്കണതും മോളെ പഠിപ്പിക്കണതും. ഈ ചെലവിലാണ് എൻ്റെ മരുന്നും എല്ലാം അറിയണത്. പെട്ടെന്ന് ഇത് നിർത്തലാക്കുക കേട്ടപ്പോൾ ആകെ മൊത്തം ഇങ്ങനെ ഒരു വില എന്ന് പറഞ്ഞാൽ ഒരു വില പോലും നമുക്ക് തരണില്ല. നമ്മൾ രാവും പകലും കിടന്ന് ഇവിടെ ഓരോരുത്തർ നിന്ന് അവരെ വീടുകളിൽ പോലും പോവാതെ അതും ഇവിടെ നിന്ന് കഠിനമായി നിന്നിട്ട് പോലും ഒരു എന്ത് പട്ടിന്ന് പോലും തിരക്കുന്നില്ല. 4 പേരെ ഒത്തുതീർപ്പിന് വിളിച്ചായിരുന്നു. ശിവൻകുട്ടി സഖാവിൻ്റെ വീട്ടിൽ വിളിച്ച് ഞങ്ങൾ ജില്ലാ സെക്രട്ടറിയും ചെയർപേഴ്സൺ ഉണ്ടായിരുന്നു, ഗായത്രി ബാബു ഉണ്ടായിരുന്നു, മേയർ, ഇവരെല്ലാവരും കൂടി ചേർന്ന് ഞങ്ങളെ വിളിച്ചിട്ട് ഞങ്ങളെ ഒത്തുതീർപ്പായെന്ന് പറഞ്ഞ് ഞങ്ങളെ വാഗ്ദാനം തന്നിട്ടേ ദിവസം ഞങ്ങൾക്ക് വാഹനങ്ങൾ വിട്ടു തരാമെന്ന് പറഞ്ഞ് അന്ന് 2 വണ്ടി വിട്ടുള്ളൂ. ബാക്കി ഇതുവരെയായിട്ട് ഞങ്ങൾ ഒരു വണ്ടി വിടുന്നതുമില്ല. ഞങ്ങൾ ജോലി തുടർന്ന് ചെയ്യാൻ സമ്മതിക്കുന്നതുമില്ല. മേയർ പറഞ്ഞ് ഞങ്ങൾ ജോലി തുടർന്ന് ചെയ്യാൻ പറ്റില്ലെന്നാണ് പറയണത്. ഞങ്ങളുടെ വണ്ടികളെല്ലാം പിടിക്കുന്നതാണ് ഭീഷണിയാണ് ഇപ്പം.